അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കോടതികളിലെ കേസുകൾ നമുക്ക് അറിയാൻ വേണ്ടിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിനുവേണ്ടി പ്ലേ സ്റ്റോറിൽ കയറുക. പ്ലേ സ്റ്റോറിൽ വന്നിട്ട് കോടതി വിവരങ്ങളും കേസുകളും അറിയുന്നതിന് വേണ്ടി ഏതെങ്കിലും കേസുകളുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയായിട്ട് നമുക്ക് ഒരു ആപ്പുണ്ട്. അപ്പം ഇ കോർട്ട് എന്നാണ് ആപ്പിൻ്റെ പേര്. ഇ കോർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇ കോർട്ട് ഇതാണ്ട് ഇ കോർട്ട് സർവീസസ് എന്നാണ് ആപ്പിൻ്റെ പേര്. ഇപ്പോൾ ഈ ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 7.2 MB ആണ് ഉള്ളത്. അപ്പോൾ നമ്മളത് ഓക്കെ കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നതിന് വേണ്ടി കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാളായി. ഓക്കെ, ഇപ്പം ഞാൻ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈറസും ഇല്ല അതൊക്കെ ആപ്പിലുണ്ടോ എന്നുള്ള പറഞ്ഞാൽ ഫോണിൻ്റെ സ്കാനിങ് ആണ്. അത് കഴിഞ്ഞപ്പോൾ അതാണ്ട് ഈ ഓപ്പൺ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇ കോർട്ട് സർവീസസ് ഹൈക്കോർട്ട് ആൻഡ് ഡിസ്ട്രിക്ട് കോർട്ട് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലെ ഹൈക്കോടതികളുടെയും ജില്ലാ കോടതികളുടെയും ഏത് കേസും പെൻഡിങ് ഉണ്ടെങ്കിലോ മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതപ്പോൾ വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഈ ആപ്പ് എന്ന് പറയുന്നത്. ഈ ആപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ട സെർച്ച് ബൈ CNR നമ്പർ സെർച്ച് ചെയ്ത് നമുക്ക് ഇതിനകത്താണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ സ്കാൻ QR കോഡ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും കേസിൻ്റെയൊക്കെ ഫയലുകൾ ഇപ്പോൾ QR കോഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്കാൻ ചെയ്യാൻ ഈ സ്കാൻ QR കോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഇത് അലവാക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്കാൻ ചെയ്യാൻ പറ്റും. അലവാക്കി കൊടുക്കുക. അപ്പോഴേ സ്കാൻ ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ്. ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്യാൻ പറ്റും. ഇതാ കണ്ടോ, ഇങ്ങനെ കൊടുത്താൽ മതി, ഇഷ്ടമുള്ളത് സ്കാൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒന്നുമില്ല. നമുക്ക് അപ്പം മറ്റുള്ള തരത്തിലുള്ള നോക്കാം. ഇപ്പോൾ കേസ് സ്റ്റാറ്റസ് കണ്ടോ, രണ്ടാമത്തെ ഓപ്ഷൻ. കേസ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ പേരിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പേരിലോ ഒക്കെ കേസുകളുണ്ട് എങ്കിൽ നമുക്ക് ആ കേസ് അറിയുന്നതിന് വേണ്ടി അതിൻ്റെ കേസ് നമ്പർ പ്രകാരം നമുക്ക് കണ്ടുപിടിക്കാം. ഫില്ലിംഗ് നമ്പർ പ്രകാരം ഫയലിംഗ് നമ്പർ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഫയലിൻ്റെ നമ്പർ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ അഡ്വക്കേറ്റിൻ്റെ പേര് അറിയണമെങ്കിൽ അയാളുടെ പേര് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ കേസ് ടൈപ്പ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പ്രീ ട്രയൽ ആപ്ലിക്കേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ അലേർട്ട് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ആദ്യമേ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. അതാണ്ട് സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം, എന്നാലേ ഇതെല്ലാം വർക്ക് ആവത്തുള്ളൂ. ഇപ്പോൾ കേരള എന്ന് പറഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഡിസ്ട്രിക്റ്റ് കൂടി നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. എന്നിരുന്നാലും നമ്മൾ ഈ രീതിയിൽ കേസ് നമ്പർ വെച്ചിട്ടോ ഫയൽ നമ്പർ വെച്ചിട്ടോ അഡ്വക്കേറ്റിനെ വെച്ചിട്ടോ കേസ് ടൈപ്പ് വെച്ചിട്ടോ ഒക്കെ നമ്മൾ കേസുകൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അറിയാൻ പറ്റത്തുള്ളൂ. ഇനി കണ്ടോ, പ്രീ ട്രയൽ ആപ്ലിക്കേഷൻ ആ രീതിയിൽ നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ പാർട്ടി നെയിം, കേസ് പങ്കെടുക്കുന്ന പാർട്ടികളുടെ അല്ലെങ്കിൽ FIR നമ്പർ, ഏതൊരു കേസിനും FIR നമ്പർ എന്തായാലും കാണും. അപ്പോൾ FIR നമ്പർ വെച്ചാണ് നമ്മൾ കേസിനെ കുറിച്ച് വിവരങ്ങൾ അറിയുന്നതെങ്കിൽ FIRൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ആക്ട്, ഏതെങ്കിലും നിയമപ്രകാരമാണ് എങ്കിൽ ആക്ടിനെ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ഇനി ക്യാവറ്റിൻ്റെ കാര്യത്തിൽ അറിയണമെങ്കിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് ഒരു കേസിൻ്റെ സ്റ്റാറ്റസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ പല മെത്തേഡുകളിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത. ഇപ്പോൾ നമുക്കിതിൻ്റെ അകത്താണെങ്കിൽ FIR നമ്പർ, സാധാരണ FIR ആണല്ലോ എല്ലായിടത്തും കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആദ്യമേ കോർട്ട് കോംപ്ലക്സ് ഉണ്ടോ, ഏതൊക്കെ കോടതികളാണെന്ന് നോക്കണം. ഇതിപ്പോൾ കൊല്ലം ജില്ല നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. കൊല്ലം ജില്ലയിലെ എല്ലാ കോടതികളുടെയും പേരുകളിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേസ് ഏത് കോടതിയിലാണോ ഉള്ളത് ആ കോടതിയിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം കോടതിയുടെ പേര്. പിന്നെ പോലീസ് സ്റ്റേഷൻ, അത് സെലക്ട് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് ഈ കോർട്ടിൻ്റെ കിട്ടുന്നതനുസരിച്ചാണ് പോലീസ് സ്റ്റേഷൻ്റെ വരുന്നത് സെലക്ട് ചെയ്തത്. പിന്നെ FIR നമ്പർ, നമ്മുടെ ഉള്ള നമ്പർ അടിച്ചു കൊടുക്കുക, എൻ്റർ. പിന്നെ ഇയർ എന്ന് കാണിച്ചിരിക്കുന്ന നമ്മുടെ ഇയർ ഏത് വർഷത്തെയാണ് കാണിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് അറിയുകയാണെങ്കിൽ പെൻഡിങ് ആണോ കേസ്, ഇല്ലെങ്കിൽ ഡിസ്പോസ്ഡ് ആയ കേസാണോ ഇങ്ങനെ അറിയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുക. ഇത് രണ്ടും നമുക്കറിയില്ല, പെൻഡിങ് ആണെന്നും അറിയത്തില്ല ഡിസ്പോസ്ഡ് ആണെന്നും അറിയത്തില്ലെങ്കിൽ ബോത്ത് എന്ന് പറഞ്ഞ് അടിച്ചിട്ട് ഗോ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവും. ഇവിടെ ഇപ്പം ഗോ കൊടുത്തപ്പോൾ സെലക്ട് കോർട്ട് കോംപ്ലക്സ് എന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം കോടതി ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാരണം. അപ്പോൾ ഈ ആപ്പ് വളരെയധികം ഉപകാരമുള്ളൊരു കാര്യമാണ്. ഇ കോർട്ട് സർവീസസ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. നമ്മുടെ ഈ പറഞ്ഞ പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് ഇ കോർട്ട് സർവീസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്പ് ലഭ്യമാകുന്നതാണ്. അല്ല കേസ് ലിസ്റ്റ് കണ്ടോ, കേസ് ലിസ്റ്റ് അറിയണമെങ്കിൽ ഇതുപോലെ
നമ്മൾ കോർട്ട് കോംപ്ലക്സിൻ്റെ പേരടിച്ച് കൊടുക്കുക, കോർട്ടിൻ്റെ പേര്, അതുപോലെ തന്നെ കേസ് ലിസ്റ്റ് ഡേറ്റും കൊടുത്തു കഴിഞ്ഞാൽ സിവിലോ ക്രിമിനലോ എന്ന കേസും കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ബോർഡ് ലഭിക്കും. എന്ന് വെച്ചാൽ കേസ് വിളിക്കുന്ന രീതി, അതിൻ്റെ പേരുകൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഇനി മൈ കേസസ്, നമുക്ക് എത്ര കേസുണ്ട്, ഒരാളുടെ പേരിൽ എത്ര കേസുണ്ട് എന്നറിയണമെങ്കിൽ മൈ കേസസ് എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്താൽ എന്തെല്ലാം പേരിൽ നമ്മുടെ പേരിൽ കേസുണ്ട് എന്നും നമുക്ക് അറിയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ പേരിൽ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടോ, നേരിട്ടൊക്കെ കോർട്ടിൽ കൊടുക്കാമല്ലോ. അപ്പോൾ അപ്രകാരമൊക്കെ കേസ് നമ്മളറിയാതെ ഏതെങ്കിലും തരത്തിൽ പെട്ടിട്ടുണ്ടോ, വെഹിക്കിളിൻ്റെ പിന്നെ ഈ ക്ലെയിമിങ് മോട്ടോർ വെഹിക്കിൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വല്ല കേസും ഉണ്ടോ എന്നൊക്കെ അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ മൈ കേസസ് എന്നുള്ള സംഭവം ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോഴേ നമുക്ക് ഏതെങ്കിലും കേസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഡിസ്ട്രിക്റ്റ് കോർട്ടിനെ റിലേറ്റഡ് ചെയ്തുകൊണ്ടാണ് കേസ് വരുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കോർട്ട് സെലക്ട് ചെയ്തതനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ പ്രധാനപ്പെട്ട രീതിയിൽ ഈ ആപ്പിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത്. ഈ ആപ്പിൽ സെറ്റിങ്സും ഇമ്പോർട്ടും എക്സ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അത് ആ മുകളിൽ കാണുന്ന ആ 3 വര നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്ത പോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫുൾ രീതിയിൽ അറിയാൻ പറ്റും. പിന്നെ ഇ പേ സംവിധാനമൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആയിട്ട് എന്തെങ്കിലും പെനാൽറ്റിയോ ഫൈനോ ഉണ്ടെങ്കിൽ അടയ്ക്കാനുള്ള സംവിധാനമുണ്ട്. പിന്നെ NJD വല്ലതും ഉണ്ടെങ്കിൽ അതറിയാം. ഈ ഫയലിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഫില്ലിംഗ് ഇന്ത്യ കോഡ് ഇപ്പോൾ തുടങ്ങിയ കുറേ സംവിധാനങ്ങളുണ്ട്. വിർച്വൽ കോഡ്സ്, ഈ കമ്മിറ്റി, ജഡ്ജ്മെൻറ്റ് സെർച്ച്, ഏതെങ്കിലും ജഡ്ജ്മെൻറ്റുകൾ അറിയണമെങ്കിൽ അവകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ കുറേ സംവിധാനങ്ങളും കൂടി ഈ ആപ്പിൻ്റെ അകത്തുണ്ട്. എന്തായാലും ഇത് നമുക്ക് വർത്ത്ഫുള്ളായിട്ടുള്ള ആപ്പാണ്. അപ്പോൾ മറക്കണ്ട, ഈ കോഡ് സർവീസസ്, ഇതാണ് ഈ കോഡ് സർവീസസ്, നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്ററിൻ്റെ വകയായിട്ടുള്ള ആപ്പാണ് ഈ കോഡ് സർവീസസ് എന്ന് പറയുന്ന ആപ്പ്. ഓക്കെ.